ഹലോ നമസ്കാരം. ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂർ ഫ്ലവർ മാർക്കറ്റിൻ്റെ അടുത്തായിട്ടാണ് റൂം. രാവിലെ 6:30 കാഴ്ചത്. ബാംഗ്ലൂർ ഫ്ലവർ മാർക്കറ്റ് കേട്ടോ. രാവിലെ 6:30 സമയമാട്ടത്. 6:30ക്കുള്ള ഫ്ലവർ മേടിക്കാൻ വന്ന ആളുകളും വിൽക്കാൻ നിൽക്കുന്ന ആളുകളും തിരക്കാട്ടത്. ഓണ സീസണൊന്നും അല്ല കേട്ടോ, അത്രക്കും തിരക്കാണ്. ഇന്നലെ രാത്രി നല്ല മഴയെന്ന് കേട്ടോ. ഇന്നലെ രാത്രി മഴയുടെ പവറിലാണ്. ഇവിടെ ആകെ ചളിയാണ്. ഫോണൊക്കെ തട്ടിപ്പറിച്ച് പോകുന്നാവോ, ഒരു പേടിച്ചിട്ടാണ് പോണത്. ഒക്കെ ആ തല വരി ഫ്ലവർ മാർക്കറ്റാണ്. നമ്മൾ ജീവിതത്തിൽ കാണാത്ത ടൈപ്പ് ഫ്ലവറുകളൊക്കെ കേട്ടോ. ഇതൊക്കെ ഒറിജിനലാണ്, പ്ലാസ്റ്റിക് അല്ല, ഒക്കെ ഒറിജിനൽ പൂക്കളാണ്. ഇന്നലെ ഉച്ചക്ക് നാട്ടിൽ നിന്ന് പോകുന്നതാണ്. ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി കേട്ടോ. രാത്രി 1 മണിയായതിന് എത്തി. ഈ മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് 6:30ക്ക് എണീറ്റ് പോകുന്നതാണ്. ആ ഭാഗത്തൊക്കെ ഫ്ലവേഴ്സ് ആട്ടോ, ഫുള്ള് ഫ്ലവറാണ്. ചിറ്റി വെച്ച് കാണില്ല, കയറിൻ്റെ കെട്ട് വെച്ചായിരിയാണ്. കയറ് ചിറ്റി വെച്ചായിരിയാണ്, പൂവുകൊണ്ട് ചിറ്റി വെച്ചത്. ഒറിജിനൽ പൂക്കളാണ്, എല്ലാം ഒറിജിനൽ പൂക്കളാണ്. അവിടെ കുറച്ചുകൂടെ പോന്നപ്പോൾ ഇത് ഫുള്ള് ഇലയുടെ കേട്ടോ, ഇല മാർക്കറ്റാവും. ഫുള്ള് ഇലകളാണ്. ഇവിടെയും പൂക്കളുണ്ട്, പക്ഷെ ഇലകളുണ്ട്. ഇതൊക്കെയാ ഇലകളാണ്. ഇവിടെ ഓരോ മാങ്കണക്കാണ് വിൽക്കുന്നത്. ഇതിൻ്റെ കൂടെ ഡ്രസ്സിൻ്റെ കച്ചവടക്കാർ വേറെ ഉണ്ട് കേട്ടോ. അവരും വന്നിട്ട് എന്തൊക്കെയോ ഡ്രസ്സുകൾ കച്ചവടക്കാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഏതാ ഫ്ലവർ ഡ്രസ് വെക്കണമല്ലോ കേട്ടോ. ഈ ഫോണില് കച്ചവടക്കാർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കും. ഇത്രയും പൂക്കളൊക്കെ ഒരു ദിവസം വിറ്റ് പോവുക, അതാ ഞാൻ ആലോചിച്ചത്. ആളുകൾ മേടിക്കണുണ്ട് കേട്ടോ. ഇതാ മേടിച്ചു പോണു. അതൊക്കെ കവറിൽ മേടിച്ച് കവറിലാക്കി വെച്ചു. ആൾക്കാർ തട്ടിയിടുകയാണ്. ഏതാ പൂക്കള്.
കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ട് നോക്കുമ്പോൾ അവർക്കൊക്കെ ഫ്ലവറാട്ടോ. ഏത് റോഡിൽ നോക്കുമ്പോൾ ഫ്ലവർ കച്ചവടക്കാരാണ് കൂടുതലായിട്ട്. പച്ചക്കറി കച്ചവടക്കാർ ഇതിനിടയിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. നടക്കാൻ വയ്യ. ആളുകളൊന്ന് മേടിച്ചു കേട്ടോ ഫ്ലവറുകളൊക്കെ. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എല്ലാവരും ഫ്ലവർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഫ്രഷ് ആയിട്ട് വരുന്നുള്ളു. അപ്പം ഞാൻ മാർക്കറ്റ് കഴിയോ വിചാരിച്ചിട്ട് പെട്ടെന്ന് പോകുന്നതാണ്. ഈ ആളുകൾ മേടിച്ചുകൊണ്ടിട്ട് എന്ത് ചെയ്യാനാണോ? വീട്ടിൽ നിന്ന് തൂക്കാനാണോ അതോ വണ്ടികളിൽ തൂക്കാനോ എന്താ അറിയില്ല. അമ്പലങ്ങളിലൊക്കെ തൂക്കാനാണെന്ന് അറിയില്ല കേട്ടോ. നല്ല കച്ചവടം നടക്കുന്നുണ്ട്. ഇപ്പത്തൈതാന്ന് അറിയില്ല. എന്താ സംഭവം എന്നറിയില്ല. അറിയുന്നവരുണ്ട് ചെന്ന് കമന്റ് ചെയ്യട്ടോ. ഇപ്പത്തൈതാന്ന് എന്താണെന്നുള്ളത്. എല്ലിൻ്റെ ഉള്ളിലേക്ക് വേറെ എന്തൊക്കെ കച്ചവടം കേട്ടോ. ഫ്രൂട്ട്സ്, പച്ചക്കറി അങ്ങനെ എന്തൊക്കെയാണ്. ഇലക്കച്ചവടമൊക്കെ. ഇത് എന്തായാലും എന്നുള്ള മല്ലിയില അല്ല ആണോ എന്താ അറിയില്ല. എന്തായാലും ഇന്നലത്തെ മഴക്ക് മാർക്കറ്റ് ആകെ ചളി പിടിയായി കിടക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 7 മണിയൊക്കെ ഉണ്ടോ. രാവിലെ 7 മണിക്കുള്ള കച്ചവടമാണ് ഈ കാണുന്നത്. 7 മണി ആയിട്ടില്ല. 7 മണിക്ക് ഇനിയും 10 മിനിറ്റ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് കണ്ട ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോയാൽ കേട്ടോ. വെള്ള 50. ഇതൊക്കെ ഒറിജിനൽ പൂക്കളാട്ടോ. പ്ലാസ്റ്റിക് പൂവിന്റെ അതേപോലെ വിചാരിക്കണ്ടെങ്കിൽ. അയ്യോ നടക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ ആളുകൾ കടന്നുറങ്ങിക്കായിരുന്നു. ഇവിടെ ഫുള്ള് മാർക്കറ്റ് വന്നു. താമരപ്പൂവിന്റെ മുട്ടുകൾ കണ്ടിട്ടോ. താമരപ്പൂവിന്റെ മുട്ടുകളാണ്. അത് നല്ല രസമുണ്ട് കേട്ടോ. മാർക്കറ്റ് ഉണ്ടല്ല ഫുള്ള് ചളി. പിന്നെ അതിന്റെ വെള്ള ചെരുപ്പും. ഹോട്ടലുകളുണ്ട്. ഇവിടെയൊക്കെ മാലകളാക്കിയിട്ടാണ് വിൽക്കുന്നത് കേട്ടോ. ഇവിടെ പൂ ഉണ്ടാക്കുകയാണ് ചേച്ചി. വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അമ്പലങ്ങളിൽ തൂക്കാനായിരിക്കും പൂവുകൊണ്ട് ഡെക്കറേഷൻ ചെയ്ത പൂക്കളാണ്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനൽ പൂക്കളാട്ടോ. ഒറിജിനൽ പൂക്കളാണ്. ഇവിടുത്തെ അങ്ങോട്ടൊക്കെ ഫ്ലവർ തന്നെ കേട്ടോ. പക്ഷെ ചളി കാരണം പോകാൻ കഴിയുന്നില്ല. അത്രക്കും ചളികളാണ്. അത് തിരിച്ചു പോട്ടെ. ഇനി റൂം പോട്ടെ. ഹലോ നമസ്കാരം. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലവർ മാർക്കറ്റിലിട്ടോ രാവിലെ 6:30ക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണിച്ചത്. 6:30 7 മണി ആയിക്കണോ. ആളുകൾ ഫ്ലവർ മേടിക്കാനും മെയിനായിട്ട് ഫ്ലവർ മേടിക്കാൻ വന്നതാണ്. ഫ്ലവർ കച്ചവടക്കാർ ഫ്ലവർ മേടിക്കാൻ വന്നവരും. ഫ്ലവർ കച്ചവടത്തിലാണ്. ഒരു ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നാട്ടോ ബാംഗ്ലൂർക്ക്. എവിടൊക്കെ ഫ്ലവർ വിൽക്കട്ടോ.
രാവിലെ 6:30-7 മണിയാകുമ്പോഴുള്ള തിരക്കാട്ടോ. ഇപ്പോൾ 7 മണി ആയിക്കണോ. ഞാൻ 6:30 വന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയാണ്. ഇതിന് വേണ്ടിയിട്ട് വീഡിയോ ഈ ഫ്ലവർ മാർക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ വന്നതാണ്. ചേച്ചിമാരൊക്കെ ഫുള്ള് പൂക്കച്ചവടത്തിലാണ്. ഇവിടെ വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. വെറൈറ്റി പൂക്കളുണ്ട്. ഇന്നലത്തെ മഴ കാരണം ആകെ ചളിയാണ്. ഇതിനിടെ അമ്പലങ്ങളിൽ കെട്ടാനുള്ള ഇലയാണ് കേട്ടത്. മല്ലിയിലയാണ് വിചാരിച്ചു ആദ്യം, പക്ഷെ മല്ലിയിലല്ല, അമ്പലങ്ങളിൽ കെട്ടാനുള്ള ഇലയാണ്. അതില്ലേ, അമ്പലങ്ങളിൽ കെട്ടാനുള്ള ഇലയാണ്. റോസ് പൂകളും കാര്യങ്ങളൊക്കെ എവിടെ നോക്കിക്കുന്നു. അതൊക്കെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. റോസ് പൂകൾ വിചാരിച്ചു റോസ് പൂവിൻ്റെ കച്ചവടം ഇവിടെ ഇല്ല വിചാരിച്ചു, പക്ഷെ ഇവിടെ ഉണ്ട്. അയ്യോ, അടിപൊളി റോസ് പൂ കേട്ടോ. വെറൈറ്റി ഫ്ലവറുകളൊക്കെ ഈ ഭാഗത്താണല്ലേ. റോസ് പൂക്കളുടെ വിവിധ തരം മോഡലുകൾ കേട്ടോ. പല കളറിലുള്ള വെള്ള, ചുവപ്പ്, മഞ്ഞ, അങ്ങനെ പല തരത്തിലുള്ള കളറുള്ള റോസ് പൂക്കളുണ്ട് കേട്ടോ ഇവിടെ. എല്ലാ കളറിലും നിറച്ചിരിക്കണം ഇവിടെ. ഇവിടെ വെറൈറ്റി സാധനങ്ങളാട്ടോ. ഇതൊന്നും കണ്ട ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക്കാണ്, പക്ഷെ പ്ലാസ്റ്റിക് അല്ല, ഒക്കെ ഒറിജിനലാട്ടോ. ഇവിടെ കണ്ടില്ലേ, ആഹാ, ഏതാ അത് ഫ്ലവർ. അപ്പോൾ കൊടുന്ന് ഇറക്കാട്ടോ. നമ്മൾ ബൊക്കൊക്കെ ഉണ്ടാക്കണ ആ ഫ്ലവറുകളാട്ടോ ഇതിൽ കാണണമൊക്കെ. ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന പൂക്കളാണെന്നോ സംശയമുണ്ട് കേട്ടോ. ഇവിടെ കൃഷി ചെയ്യണമെന്ന് അറിയില്ല. മല്ലികപ്പൂ മാത്രമാണ് ചോദിച്ചത്, പക്ഷെ ഇവിടെ എല്ലാ തരം പൂക്കളും ഉണ്ട്. ഇലകളൊക്കെ ഇത് മേടിച്ചു. ഇതൊക്കെ ബൊക്കുണ്ടാക്കാനുള്ള ഇലകളേക്കാരം. ബൊക്കുണ്ടാക്കാനുള്ള ഇലകളേക്കാരം. ഈ ചേട്ടൻ രാവിലെ ഇളനീര് വെക്കാൻ പോവുക. കന്നഡ കൊത്താത്തോണ്ട് ആരോടൊന്നും ചോദിക്കാനും വയ്ക്കുന്നില്ലല്ലോ. ഇലകളൊക്കെ എന്തിനുള്ളതാണ്? അല്ലേ, നമ്മുടെ നാട്ടിലത്തെ ചെടികളാണ്. ഇതിലൂടെ ഒന്നാണ് പോട്ടെ ചേച്ചി. ആ പൂക്കളൊക്കെ കണ്ടില്ലേ, വെറൈറ്റി പൂക്കളാണ്. വെള്ള റോസ്, ഈ ഇല എന്തിനുള്ളതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ബൊക്കുണ്ടാക്കാനുള്ളതായിരിക്കും വിചാരിക്കണം. ഈ ഫ്ലവർ മാർക്കറ്റ് ഉള്ളത് SJP റോഡിലാട്ടോ. അങ്ങോട്ടൊക്കെ ഫ്ലവർ തന്നെ കേട്ടോ. വെറൈറ്റി ഫ്ലവറുകളാണ്. എന്തായാലും രാവിലെ എണീറ്റ് വന്നത് മുതലായി ഇത്രയും വെറൈറ്റി ഫ്ലവറുകൾ കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ റൂമിലേക്ക് വെച്ച് കാണാൻ പറ്റില്ലായിരുന്നു. ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ഫ്ലവറുകളാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട, ബാംഗ്ലൂർ വരുമ്പോൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാട്ടത് SJP റോഡ്, ബാംഗ്ലൂർ. ഫ്ലവർ മാർക്കറ്റ് എവിടെ ചോദിച്ചാൽ ഞാൻ ആളുകൾ പറഞ്ഞുതരും. എല്ലാവിധ ഇലകളും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിൽ പനമ്പട്ടറ ഇല അടക്കം ഇവിടെ ഉണ്ട്. ഇതൊക്കെ എന്തിനു വിൽക്കണമെന്നോ.
എല്ലാവിധ ചെടികളുടെ ഇല കൊടുത്താലും ഇവിടെ വിൽക്കാൻ പറ്റുന്നതാണ്. വിവിധ തരം ഇലകളാണ്. ഇതൊക്കെ ബൊക്ക ഉണ്ടാക്കാൻ കൊണ്ടുപോകണമെന്നൊന്നും അറിയില്ല കേട്ടോ. കണ്ടിട്ട് അങ്ങനെ ആയിരിക്കും, അതായിരിക്കും. ഇത് ഈ ഇലകളൊക്കെ ബൊക്ക ഉണ്ടാക്കാനുള്ളതാണ്. പക്ഷെ ഈ പനമ്പട്ട എന്തിനുള്ളതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാനകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അതും പറയാൻ പറ്റില്ല. ഇതിനിടയിൽ കൂടി വലിയ ബസ്സുകൾ പോകുന്നുണ്ടോ, അതാണ് പ്രശ്നം. നടക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചാണ്. അവിടെ ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷുകാരൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇല മാർക്കറ്റൊക്കെ കഴിഞ്ഞിരിക്കണമെന്ന് കേട്ടോ. നമ്മൾ രാവിലെ വരുമ്പോൾ ഇവിടെ ഫുള്ള് കച്ചവടക്കാരായിരുന്നു. ഇപ്പോൾ സമയം രാവിലെ 7:30 മണിയൊക്കെ ഉണ്ടാവും. പക്ഷെ മാർക്കറ്റ് ഇപ്പോഴും ഓപ്പൺ ആട്ടോ. ഇവിടെയൊക്കെ പൂക്കച്ചവടക്കാരാണ്. കുറേ ആൾക്കാർ മൂച്ചിൻ്റെ ഇല വെക്കുന്നുണ്ട്. ഇത് എന്താവശ്യത്തിനാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല കേട്ടോ. പൂജകൾക്ക് വേണ്ടിയിട്ട് കാരണം ചിലപ്പോൾ ഇത് അമ്പലങ്ങളിലെ പൂജകൾക്ക് വേണ്ടിയിട്ട്. എന്നാലും അവിടെയാണ് സ്റ്റേ ചെയ്ത് കേട്ടോ. ഇതൊക്കെ മൂച്ചിൻ്റെ ഇലയാണ്. Bangalore.